ഹലോ ഫ്രണ്ട്സ്, മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനും വാമദേവനും നല്ല തിരിച്ചടി തന്നെയാണ് മാർക്ക് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഇനി കണ്ണൻ സാറിനോ മഹാലക്ഷ്മി മാഡത്തിൻ്റെയോ നേർക്ക് നിങ്ങൾ തിരിയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്നും ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് മാർക്കോ. കരുണയാണെങ്കിൽ കണ്ണൻ്റെ മുന്നിൽ വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ എൻ്റെ അച്ഛനെയും അതുപോലെ അമ്മാവനെയും ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുത്ത് ഇതുപോലെ ഒരവസ്ഥയിലാക്കിയിട്ടിരിക്കുന്നതെന്നെല്ലാം കരുണ കണ്ണനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണനാണെങ്കിൽ തക്ക മറുപടി തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഹാലക്ഷ്മി കുറേ പ്രാവശ്യം മാർക്കോനെ വിളിക്കാൻ ശ്രമിച്ചിട്ടും ഫോണിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അതേസമയം തന്നെ മാർക്കോ മഹാലക്ഷ്മിക്ക് തിരിച്ചു വിളിക്കുന്നുണ്ട്. എന്നിട്ടൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് കണ്ണൻ സാറിനോടും മാഡത്തിനോടും പറയാനുണ്ടെന്ന് പറയുന്നു. കണ്ണൻ സാറിനെയും മാഡത്തിനെയും കൊല്ലാനുള്ളൊരു കൊട്ടേഷനാണ് എന്നെ പ്രതാപനും വാമദേവനും കൂടി ഏൽപ്പിച്ചത്. അവർക്കിട്ടാണ് ഞാൻ ഈ പണി കൊടുത്തതെന്നും പറയുമ്പോൾ ഇത് കേൾക്കുന്ന മഹാലക്ഷ്മി ആകെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ മാർക്കോ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്. എന്നെ കൊട്ടേഷൻ ഏൽപ്പിച്ച് ഞാൻ ആദ്യം നിന്ന് പിന്തിരിഞ്ഞാണ്. പിന്നെ എനിക്ക് എന്തായാലും ഈ വാമദേവനും പ്രതാപനും നല്ലത് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ ഞാൻ ഈ കൊട്ടേഷൻ വീണ്ടും ഏറ്റെടുത്തതാണെന്നും 5 ലക്ഷം രൂപയ്ക്കാണ് ഞങ്ങൾ ഈ കൊട്ടേഷൻ ഏറ്റതെന്നും എല്ലാ കാര്യം വിശദമായിട്ട് തന്നെ തെളിവ് സഹിതം മാർക്കോ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്. എന്നിട്ട് മാർക്കോ പറയുന്നത്, ഞാനൊരു ഗുണ്ടയൊന്നുമല്ല, ഞാൻ എല്ലാ പാവങ്ങളെയും അതുപോലെ അപകടത്തിൽപ്പെടുന്നവരെല്ലാവരെയും രക്ഷിക്കുന്ന ഒരു മനസ്സുള്ള ആളാണ്. പിന്നെ നിങ്ങളെ രക്ഷിക്കണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തതും അവർക്ക് അതിൻ്റെ തക്കതായ ശിക്ഷ ഞാൻ കൊടുത്തതെന്നും ഇതേ സമയം തന്നെ മാർക്കോയുടെ ഫോൺ നമ്പറും എവിടെ വെച്ചെങ്കിലും എനിക്ക് നേരിട്ട് കാണണം എന്നെല്ലാം മഹാലക്ഷ്മി അറിയിക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ വേണ്ട, അതൊക്കെ പിന്നീടാവാമെന്ന് മാർക്കോ പറയുന്നു. നിങ്ങളൊന്നുകൊണ്ട് പേടിക്കേണ്ട, നിങ്ങളുടെ എപ്പോൾ എന്ത് അപകടത്തിലും ഞാൻ നിങ്ങളുടെ ഒപ്പം കൂടെ ഉണ്ടാവും, നിങ്ങൾ അവിടെ നിന്ന് ഞാൻ രക്ഷിച്ചിരിക്കും എന്നെല്ലാം പറഞ്ഞ് മാർക്കോ ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രതാപനെ മഹാലക്ഷ്മി ഫോണിലൂടെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ ഫോൺ പോലും ഒന്ന് കയ്യിൽ വെച്ച് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൈയെല്ലാം വേദനയും ഒടിവൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയം കരുണ തന്നെയാണ് ഫോൺ ചെവിയിലെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫോണിലൂടെ മഹാലക്ഷ്മി പറയും, ഞാൻ തന്നെയാണ് രണ്ടാനച്ച, വേറെ ആരുമല്ല. നിങ്ങൾക്ക് ഈ തിരിച്ചടി കിട്ടിയല്ലോ, ദൈവം തന്ന ശിക്ഷയാണ് ഇത്, എൻ്റെ കണ്ണേട്ടനെ കൊല്ലാൻ ശ്രമിച്ചതിന് നിങ്ങൾക്ക് കിട്ടിയ ശിക്ഷയാണെന്നെല്ലാം പറഞ്ഞ് മഹാലക്ഷ്മി നല്ല കണക്കിന് പറയുന്നുണ്ട് പ്രതാപനോട്. എനിക്കിത് കേസാക്കാൻ അറിയില്ലാഞ്ഞിട്ടൊന്നുമല്ല, എന്നാലും ഞാനത് തൽക്കാലം ചെയ്യുന്നില്ല എന്നെല്ലാം നല്ല കാര്യമായിട്ട് തന്നെ മഹാലക്ഷ്മി അറിയിക്കുന്നുണ്ട്. പിന്നീട് കരുണയാണെങ്കിൽ തിരികെ വീട്ടിലേക്ക് വന്നിട്ട് മഹാലക്ഷ്മിയുടെ നേർക്ക് തിരിയുന്നുണ്ട്. നീ എല്ലാം കൂടിയല്ലേ എൻ്റെ അച്ഛൻ ഇപ്പോൾ ഈ അവസ്ഥയിലാക്കിയത്, എനിക്ക് നന്നായിട്ട് അറിയാമെന്നെല്ലാം പറയുന്നു. എൻ്റെ അച്ഛനോട് നീ എന്തൊക്കെയടി പറഞ്ഞതെന്നെല്ലാം പറഞ്ഞ് മഹാലക്ഷ്മിക്ക് നേരെ തിരിയുകയാണ് നമ്മുടെ കരുണ. എന്നിട്ട് കരുണ പറയുന്നുണ്ട്, ഞാൻ അച്ഛനോട് പറഞ്ഞതാ ഇത് പോയി കേസ് കൊടുക്കാം, പക്ഷെ അച്ഛൻ അത് വേണ്ടാന്ന് പറയുന്നത്, അതിൻ്റെ കാരണം ഞാൻ പിന്നാലെ കണ്ടുപിടിച്ചോളാം എന്നെല്ലാം കരുണ പറയുന്നുണ്ട്. അതേസമയം തന്നെ മഹാലക്ഷ്മി പറയുന്നത്, നിനക്ക് എവിടെ നിന്നാണ് ഇത്ര ധൈര്യം കിട്ടിയത്? എൻ്റെ ഭർത്താവാണ് കണ്ണേട്ടൻ, എൻ്റെ കണ്ണേട്ടനെയാണ് എല്ലാവരും കൂടെ കൊല്ലാൻ ശ്രമിച്ചത്. ഇനി അങ്ങനെ ഞാൻ ആരെയും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ കണ്ണേട്ടനെ എന്തെങ്കിലും ചെയ്യാൻ ആരെങ്കിലും മുതിർന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഞാൻ തക്ക ശിക്ഷ തന്നെ വാങ്ങിച്ചു തരും എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡുകൾ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.